എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നാണ് പഠിക്കുന്നത്. ന്യൂക്ലിയോടൈഡ് എന്താണെന്നാണ് പഠിക്കുന്നത്. നമ്മുടെ ഡി എൻ എ ഇല്ലേ, ഡി എൻ എൻ്റെ യൂണിറ്റാണ് എന്ത്, ന്യൂക്ലിയോടൈഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡി എൻ എൻ്റെ യൂണിറ്റാണ് എന്ത്, ന്യൂക്ലിയോടൈഡ്. കുറേ ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്, നമ്മുടെ ഡി എൻ എ ഉണ്ടായത്. കുറേ ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എന്തുണ്ടായത്, നമ്മുടെ ഡി എൻ എ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ന്യൂക്ലിയോടൈഡിന് 3 കമ്പോണൻസ് ഉണ്ട്. എത്ര കമ്പോണൻസ് ഉണ്ട്, 3 അതാരൊക്കെയാണ് നോക്കാം. ഒന്നാമത്തേതാണ് ഏത്, ഷുഗർ. ഓക്കെ, എത്ര കാർബൺ ഷുഗറാണ്, 5 കാർബൺ ഷുഗറാണ്. ഈ ഷുഗറിന് നമ്മൾ എന്ത്, ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാണ് പറയുക. ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാണ് പറയുക. എന്തുകൊണ്ട് ഡിയോക്സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷുഗറിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ, ഏതാമത്തെ പൊസിഷൻ, സെക്കൻഡ് പൊസിഷനിൽ 1 ഓക്സിജൻ എന്താണ്, ലെസ്സാണ്. അതുകൊണ്ടാണ് ഈ ഷുഗറിന് എന്ത് പേര് വന്നത്, ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പേര് വന്നത്. രണ്ടാമത്തതാണ് എന്ത്, നൈട്രോജൻ ബേസ്. എന്താണ്, നൈട്രോജൻ ബേസ്. നൈട്രോജൻ ബേസിനെ നമുക്ക് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്താണ് എന്ത്, പ്യൂരിൻസ്. എന്താണ്, പ്യൂരിൻസ്. രണ്ടാമത്തെ എന്താണ്, പിരിമിഡിൻസ്. പ്യൂരിൻസിൻ്റെ തന്നെ 2 ആൾക്കാരുണ്ട്. ഓക്കെ, ആരാണ്, അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്. പിരിമിഡിൻസിൻ്റെ അകത്ത് 3 ആളുകളുണ്ട്. തൈമിനുണ്ട്, സൈറ്റോസിലുണ്ട്, യുറാസിലുണ്ട്. തൈമിൻ എവിടെയാണ് കാണുന്നത്, ഡി എൻ എയിൽ കാണുന്നത്. അപ്പോൾ ഡി എൻ എയിൽ കാണുന്ന പിരമിഡിൻസാണ് ആര്, തൈമിൻ. ഓക്കെ, ആർ എൻ എയിൽ കാണുന്ന പിരമിഡിൻസാണ് ആര്, യുറാസിൽ. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ആളാണ് ഏത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നോക്ക്, ഇത് നമ്മുടെ ഡി എൻ എൻ്റെ അകത്തുള്ള, ഇത് നമ്മുടെ എന്താണ്, ഷുഗറാണ്. ഇതാരാണ്, നൈട്രോജൻ ബേസാണ്. ഇതാരാണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ.